ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ ഒരു സ്പെഷ്യൽ വാഹനം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് ഒരു കിടിലൻ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ വണ്ടിയാണ്. ഒരു ചെറുവണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനം ചിലപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല, ഈ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ. അപ്പോൾ അപൂർവമാണ് ഈ ഒരു വാഹനം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വാഹനം ഏതാണ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഔട്ട്സൈഡ് ഡീറ്റെയിൽ. അപ്പോൾ പക്ഷേ ഈ വാഹനം യൂസ്ഡ് കാറാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് യൂസ്ഡ് കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോഡൽ കൂടിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ, ഇതാണ് സിട്രോൺ C3. അപ്പോൾ 2023 വാഹനമാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. വെറും 1200 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ പക്ക കണ്ടീഷനായിട്ടുള്ള നല്ല കിടിലൻ ഒരു വാഹനമാണ് നമ്മുടെ സിട്രോൺ C3. അപ്പോൾ ഇതൊരു നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെന്താ പറയുക, മോഹവണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെ റെയർ പീസ് വെറൈറ്റി വാഹനങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കണ വാഹനങ്ങളാണ് സിട്രോൺ കമ്പനി പുതിയതായിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണ്. പക്ഷേ ഒരുപാട് വാഹനങ്ങളുണ്ട്. സിട്രോൺ ഇപ്പം നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഫുൾ ലോണിലൊക്കെ പരമാവധി എല്ലായിടത്തേക്കും എത്താൻ പറ്റാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ല കിടിലൻ ഒരു സിട്രോൺ വന്നിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 1200 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും മോഡൽ കൂടിയ ഒരു റേറ്റ് കുറവിന് ഒരു സിട്രോൺ വേണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഇൻറ്റീരിയർ ഔട്ട്സൈഡ് എൻജിൻ സൈഡ് റണ്ണിങ് എല്ലാനും നമുക്ക് ഈ സിട്രോണിൻ്റെ കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സിട്രോൺ C3. അപ്പോൾ 2023 മോഡൽ വണ്ടിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. മാസങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ വണ്ടിയാണ്. KL8 ആണ് വന്നത്. നമ്മുടെ തൃശ്ശൂർ ആണ് വന്നത്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് സിട്രോൺ C3. വെറും 1200 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ പുതുത്തൻ ടയറാണ്. വണ്ടി ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇപ്പം ഫുള്ള് നല്ലോണം ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ കഴുകിയതിൻ്റെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു XUV 500 ബാങ്ക് എന്ന് ഇതേ അടിച്ചത്, അത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതും കൊടുക്കാനുള്ള വണ്ടിയാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഒരു മുന്നേ ഒരു XUV ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെയിലായി. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു XUV ഉണ്ടെന്ന്. അപ്പോൾ അതുപോലത്തെ നല്ല കണ്ടീഷനിലെ W8 XUV ആണത്. അതും കൊടുക്കാനുള്ള വണ്ടിയാണ്. പിന്നെ ഈ ഒരു പോളോ, ഒരു 1.6 പോളോയാണ്, റയർ പീസ് പോളോ ആണ്. ഇതും കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി ഈ ഒരു സിട്രോണിലേക്ക് വരാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെയൊക്കെ സിംഗിൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മറ്റൊരു ദിവസം അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ സിട്രോൺ C3 ഇതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് 2-3 വർഷം ഇന്ത്യ കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങിയിട്ട്. നേരത്തെ പുറം രാജ്യങ്ങളിലൊക്കെ ഞാൻ ഈ സിട്രോണിൻ്റെ വാഹനങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സിട്രോണിന്. നല്ല ബോഡി ക്വാളിറ്റി, എഞ്ചിൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുകാറുകളാണ് സിട്രോണിന് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റിൽ പുതിയ 7 സീറ്റർ വലിയ വണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട് സിട്രോൺ. അപ്പോൾ ഇത് 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 1200 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. എനിക്കാണ് സർവീസ്, ഇനി സർവീസൊക്കെ ഫ്രീ സർവീസ് കിടപ്പുണ്ടാവും. അപ്പോൾ നല്ലൊരു ഓഫറിലും കൂടിയാണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത്. നല്ല ലൈറ്റ് ഗ്രേ ആയിട്ടുള്ള വണ്ടിയാണ്. ബേസ് മോഡലാണ് വന്നത്. എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. AC പോർഷൻ, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. അലോയ് എല്ലാം ഡ്രം വീലുകളാണ്. ടയറുകളൊക്കെ പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ചെളി ആയതുകൊണ്ട് ടയറിൻ്റെ ഒരു കട്ട കാണുന്നില്ല. പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ DRL ഫോഗ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ് ഈ ഒരു വാഹനത്തിന്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ ഈ ഒരു വാഹനം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കണമുണ്ട്. ചിലവർക്കൊന്നും മനസ്സിലാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വരുമ്പോൾ പക്ക കമ്പനി കൊടുക്കണ പക്ക സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കവർ പോലും ഓപ്പൺ ആക്കിയിട്ടില്ല. റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ്. പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ബാക്കിലാണെങ്കിലും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്പർ പ്ലേറ്റിൻ്റെ കവറാണ് വെച്ചേക്കണത്. പിന്നെ
സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്ലാറ്റ്ഫോം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സിട്രോണൊക്കെ ഓടിച്ച് നോക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഡാഷ്ബോർഡ് കാര്യങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. വലിയൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പിന്നെ ഗിയർ നോബ്, അതുപോലെ തന്നെ AC കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സൗണ്ട് സിസ്റ്റം ഒക്കെ വളരെ ഓക്കെയാണ്. പിന്നെ ഒരു എന്താ പറയുക, ഇവിടെ ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റമാറ്റിക് മൊത്തം എൻ്റെ ലുക്ക് ഇൻറ്റീരിയർ ഔട്ട് സൈഡ് ഒക്കെ വേറൊരു ലുക്കിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നോബ് കണ്ടാ, AC ഒക്കെ AC വെൻ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു നോബ് കാര്യങ്ങളായാലും ഈ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഒരു വെറൈറ്റി ലുക്കിലാണ് മൊത്തത്തിൽ വന്നത്. അത്യാവശ്യം നല്ല ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. ഇവിടെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഇറക്കിയിട്ടാണ്, എന്നിരുന്നാലും നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് വന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ഓടിച്ച് നോക്കിയതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സിട്രോൺ ഓടിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ റണ്ണിങ് വീഡിയോ കാണിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഞാൻ അത് നല്ലോണം ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് കയറ്റി വരുമ്പോൾ കുറച്ചുകൂടി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സീറ്റൊക്കെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബാക്കിൽ വന്നത് പവർ വിൻഡോസ് അല്ല. ഇപ്പോൾ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ടാണ്. പിന്നെ വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. പെട്രോളാണ് വന്നത്. ബാക്ക് ടൈലൈറ്റൊക്കെ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ പക്കയാണ്. വണ്ടി ഓട്ടം കുറവാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം വാഹനം നല്ലതാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് എൻജിൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻജിൻ സൈഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എൻജിൻ സൈഡും കൂടി ഓപ്പൺ ജസ്റ്റ്, അതായത് വെറും 1000 കിലോമീറ്റർ മാത്രം ഓടിയെന്ന് കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരം ഓടിയിട്ടുണ്ടെന്നുണ്ടാ. ഒരു പുത്തൻ വാഹനം എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യം അങ്ങനെയൊന്നുമില്ല. വെറും 1000 കിലോമീറ്റർ മാത്രം, 1200 കിലോമീറ്റർ മാത്രം ഓടിയെന്ന് അറിയാൻ നമുക്ക് മനസ്സിലാവും. വളരെ പക്കയായിട്ടുള്ള വണ്ടി തന്നെ കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് വാഷ് ചെയ്ത് മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഫുൾ വാഷ് നല്ലോണം ചെയ്യാനുണ്ട്. ഇവിടെ ജസ്റ്റ് പൈപ്പിൽ ഓസിൽ വെള്ളം എടുത്ത് കഴുകിയതാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ക എൻജിൻ എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ലേറ്റസ്റ്റ് മോഡൽ നല്ല രീതിയിൽ പക്ക വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സിട്രോൺ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ മച്ചാന്മാർ. അപ്പോൾ നമുക്കിനി റേറ്റ് പറഞ്ഞേക്ക് മുന്നേ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക റണ്ണിങ് അതുപോലെ തന്നെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. റണ്ണിങ് കൂടി കണ്ടിട്ട് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 2022 വണ്ടി, 23 വണ്ടി കഴിഞ്ഞ വർഷം ഇറങ്ങിയ വണ്ടിയാണ്. ലേറ്റസ്റ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 6 കിലോമീറ്റർ ഓടിയ വണ്ടി, ഫുൾ എന്താ പറയുക ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. ഫുൾ പക്ക എന്താ പറയുക ഫുൾ ഫൈനാൻസിൽ കയറാൻ പറ്റാവുന്ന നല്ല കിടിലൻ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സിട്രോൺ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിട്രോൺ ഓട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വണ്ടിയും ഞാനാണ് റൈഡ് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ടിനെ തന്നെ ഓടിപ്പിക്കുകയാണ്. അത്യാവശ്യം നല്ല കംഫോർട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടി. മോഡൽ കൂടിയ ഒരു ചെറുവണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ലേറ്റസ്റ്റ് വണ്ടിയാണ്. ഇവിടെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു വാഹനമൊക്കെ. മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2023 ഏറ്റവും പുതിയതായിട്ടുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ഇരിപ്പവശം കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. കുറച്ച് ഇറക്കിയിട്ടുണ്ട്, എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു കംഫോർട്ട് സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാനും ഓടിച്ചു നോക്കിയ ഒരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല കംഫോർട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ്. ഫുൾ പ്ലാറ്റ്ഫോം കറക്റ്റ് നേരെയായിട്ട് തന്നെയുള്ള സെൻട്രൽ കൺസോൾ, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ മ്യൂസിക്കൊക്കെ വളരെ പക്കയാണ്. ഞാനത് ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. പിന്നെ ഇതൊക്കെ നല്ല റോഡാണ്, കണ്ടല്ലോ. അതിൻ്റെ സ്പീഡും പവറും പെർഫോമൻസൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. പക്ക വർക്കിംഗ് ആയിട്ടുള്ള വണ്ടി. കിലോമീറ്റർ കുറവാണ് വണ്ടി, നമുക്കറിയാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ വണ്ടി തന്നെയാണ്. കിലോമീറ്റർ കുറവായതുകൊണ്ട് തന്നെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ഒരു പുതുവണ്ടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനമൊക്കെ. പിന്നെ സ്റ്റിയറിങ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കംഫോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. AC ഇപ്പോൾ ഒന്നിലിട്ടേക്കുന്നത്, നല്ല കൂളുണ്ട്. AC കൂട്ടിയിട്ടിട്ടില്ല. പിന്നെ ബാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട്. ഈ ഒരു കവറൊന്നും ഊരി മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഓവർടേക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ പക്കയായിട്ട് തന്നെ യൂസ്ഫുൾ ചെയ്യാൻ പറ്റാവുന്ന, പവർ പെർഫോമൻസ് ആയാലും നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ സിട്രോൺ. ഇവിടെ ഒരു എയർ ബാഗ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ
ഡ്രൈവറിന് ഒരു എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ നോർമലി ആണ്. പിന്നെ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് എല്ലാ കൺട്രോൾസും അതിനകത്തുണ്ട്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ റോഡ് വലിയ റോഡെല്ലാം മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചതാണ് പവറും പെർഫോമൻസും. അപ്പോൾ നമുക്കിനി അതിൻ്റെ വില വിവരത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാ ചാനലും നമ്മളെ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വണ്ടികളും കൂടിയ വണ്ടി, മോഹവണ്ടി എല്ലാവരും വരുന്നതായിരിക്കും. നമുക്കിനിയിപ്പോൾ ഏതായാലും വില വിവരത്തിലേക്ക് കിടക്കാം. ഗൈസപ്പോൾ നമ്മുടെ ഈ ഒരു സിട്രോൺ C3 റണ്ണിങ്, ഔട്ട് സൈഡ്, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ എൻജിൻ സൈഡ് എല്ലാവരും നമ്മൾ ഫുള്ളായിട്ട് കണ്ട ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ മച്ചാന്മാരെ, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് 5 ലക്ഷത്തിൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ നല്ലൊരു രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും. ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും. 23 വണ്ടി ആയതുകൊണ്ട് തന്നെ ഫുൾ ഫൈനാൻസ് അത്യാവശ്യം തരും. നല്ല സിവിൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫൈനാൻസ് തന്നെ തരും. അപ്പോൾ അത് സിംഗിൾ ഓണർഷിപ്പിലാണ് സിട്രോൺ C3. വെറും 1200 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓടിച്ചു നോക്കാം. വണ്ടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആരും തന്നെ റെഡി ക്യാഷ് ആണെങ്കിലും ഫൈനാൻസ് ആയാലും ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് വിടാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ സിട്രോൺ C3. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് എല്ലാവരിലേക്കും കൊടുക്കുക മച്ചാമാരെ. പിന്നെ അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ മോഹവണ്ടി, ലേറ്റസ്റ്റ് വണ്ടി ഇനിയും വരുന്നതാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം അയച്ചു കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ വണ്ടിയാണ്. പിന്നെ പരമാവധി വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.